ബിഗ് സ്ക്രീനിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു നടി തന്നെയാണ് മീര ജാസ്മിൻ. വർഷങ്ങൾക്ക് ശേഷം മീര ജാസ്മിൻ സിനിമയിൽ തിരിച്ചെത്തിയത് വാർത്തകളിലൊക്കെ തന്നെ ഇടം പിടിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളായും ഇത് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ നടി മീരയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചില വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പണ്ട് മുതൽക്കേ തന്നെ മീരയ്ക്ക് ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന സ്വഭാവമുണ്ട്. അതിനേക്കാൾ ഉപരി ചെറിയ ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല അവസരങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തുകയാണ് ഒരു സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഗ്രാമോഫോൺ പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മീര ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മീര ജാസ്മിൻ പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിലും നിറയുന്നത് അങ്ങനെ തന്നെയാണ്. മീരയ്ക്ക് ദേഷ്യത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് നേരത്തെ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും വാർത്തയും ഏറ്റെടുക്കാറുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത്തരം ചർച്ചകൾ നടത്താറുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് എന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. നിരവധി പേർക്ക് അത് വളരെയധികം സന്തോഷമാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. കാരണം മീരയുടെ വാർത്തകൾ കേൾക്കുന്നത് സന്തോഷമാണ്. എന്നാൽ ഈ വാർത്തകൾ അത്ര നല്ല സന്തോഷമല്ല. മീരയുടെ ആരാധകരെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ദുഃഖവാർത്ത തന്നെയാണ്. കുറച്ചധികം ദേഷ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നുവെങ്കിലും മീരയോടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട്. ലോഹിതദാസ് മലയാളത്തിൽ സമ്മാനിച്ച വരദാനമാണ് മീര ജാസ്മിൻ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. മലയാള സിനിമയിലെ ഒരു നായക വസന്തം തന്നെയായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞു നിന്ന ഒരു താരം തന്നെയായിരുന്നു. എന്നിട്ട് നടി പിന്നീട് എവിടെ പോയി എന്ന് എല്ലാവരും തിരക്കി. അതിനുശേഷം നയൻതാര, കീർത്തി സുരേഷും എല്ലാം പാതയിൽ സഞ്ചരിച്ചു. പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള നടി കൂടിയാണ് മീര. അമ്മ സംഘടനയുടെ 2020 സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചത് മീരയ്ക്ക് എതിരെയുള്ള അപ്രഖ്യാപിത വിലയുണ്ടാക്കുമെന്നും പറഞ്ഞു. അതിന് മീര പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്ന് പറയുന്നുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമാ മേഖലയിൽ ആ സമയത്ത് കത്തിജ്വലിച്ചു നിൽക്കുകയായിരുന്നു. അതുപോലെ തളിപ്പറമ്പിൽ സിനിമാ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഇവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മീര കയറി തൊഴുതത് വിവാദത്തിന് പ്രതിഷേധത്തിനും വഴിയൊരുക്കി. ശുദ്ധികലശത്തിന് 10,000 രൂപ പിഴയടച്ച് ആ പ്രശ്നം നടി പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളതൊക്കെ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. പണവും പ്രശസ്തിയായപ്പോൾ നടിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. മീര ജാസ്മിന് മറ്റൊരു മുഖവും മോശപ്പെട്ട സ്വഭാവവും ഉണ്ടെന്ന് ആദ്യം പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സംവിധായകൻ കമലാണ്. ഒരു മാസികയിലാണ് മീര കാരണം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കമൽ തുറന്നെഴുതിയത്. ഗ്രാമോഫോൺ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലെ ആളുകളോട് സീനിയർ ടെക്നീഷ്യന്മാരോടും ഒരു പൗരുഷമായി തന്നെ മീര പെരുമാറിയെന്ന് പറയുന്നു. ഒരിക്കൽ സെറ്റിൽ വെച്ച് ദേഷ്യപ്പെട്ട് കോസ്റ്റ്യൂം നടി കീറി വലിച്ചെറിഞ്ഞുവെന്ന് പറയുന്നു. അവരുടെ ആക്ടിംഗ് ടാലന്റ് കൊണ്ട് മാത്രമാണെന്ന് തന്നെ സഹിച്ചതെന്നും കമൽ പറഞ്ഞിട്ടുണ്ട്. ശേഷം മീരയെ കൊണ്ട് താൻ ക്ഷമ പറയിപ്പിച്ചുവെന്നും എന്നാൽ അതിനുശേഷം മീര തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയെന്നും കമൽ പറഞ്ഞിരുന്നു. പാട്ടിൻ്റെ പാലാഴി സിനിമയിൽ സെറ്റിൽ വെച്ച് എനിക്ക് മീരയിൽ നിന്നും സമാനമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.